ചാപ്റ്റർ നമ്പർ 11 ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ആ ഒരു സമൂഹവും എങ്ങനെയാണ്, വ്യക്തിയും സമൂഹവും എങ്ങനെയാണ് നോക്കാം. അതിൽ ഇത് നിങ്ങള് ഇത് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. നമുക്ക് നേരെ പോവേണ്ടത് how important your father, mother, siblings, neighbors, teachers and friends are in your life. Many persons are related to our life. അപ്പോ നമ്മുടെ ലൈഫില് നിങ്ങളുടെ പാരന്റ്സും സിബ്ലിങ്സും നൈബേഴ്സും ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്? സിബ്ലിങ്സ് സഹോദരങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന് നമുക്കൊരു വാല്യൂ ഇടാൻ പറ്റും. The comfort of being together. Observe the above picture that form a web and identify the situation through which social relationship are created. അപ്പോ ഈ പിക്ചർ നോക്കിയതിനു ശേഷം ഇവിടെ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ആരൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെ അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് പറയുക. എങ്ങനെയാ ചെയ്യുന്നേ? എങ്ങനെയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. അപ്പോ ഒന്ന് നമുക്ക് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. വേറെ എന്തൊക്കെ നമുക്ക് ഇത് പറയാൻ പറ്റും? ഒരു സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ പറയാൻ പറ്റും? അതായത് ഇവിടെ ഇതാ ഒരു കുട്ടി നിപ്പുണ്ട് ആണല്ലോ. നമുക്ക് ആരൊക്കെ എന്തൊക്കെ റിലേഷൻഷിപ്പ് നമുക്ക് ഇതിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിരിക്കും? ഇതോ? ഇത് ഡോക്ടർ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കും. ഡോക്ടറിന്റെ അടുത്ത് പോകും. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിൽ വരെ ട്രീറ്റ്മെന്റ് കിട്ടുന്നു. റൈറ്റ് സൈഡില് ഡോക്ടറിന്റെ അപ്പുറത്തെ സൈഡില് അത് നൈബർ ആയിരിക്കും. ഇതോ? അതെ നൈബർ. അപ്പോ ഇത്തരത്തില് പല റിലേഷൻഷിപ്പ് നമുക്ക് ഇതില്ല. അപ്പൊ ഇതിലിപ്പോ സ്കൂളിൽ പോകുന്നു, ടീച്ചറിന് വേണമെങ്കിൽ വന്ന് സാധനം വാങ്ങിക്കാം, പാരന്റ്സിന് സാധനം വാങ്ങിക്കാം, ഇവര് തമ്മിൽ സംസാരിക്കുന്നു, ഇവർക്ക് കളിക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഇതിനെ ആ റിലേഷൻഷിപ്പിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. An individual being begins to depend on others' rights from the time of birth. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തില് നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിച്ചിരിക്കും. ഇപ്പോ ഡോക്ടറിന്റെ ആയാലും നേഴ്സിന്റെ ആയാലും പാരന്റ്സിന്റെ ആയാലും അങ്ങനെ പലരുടെ. Family, neighbors, friends and teachers play most important roles in the development of individual. അപ്പോൾ ഫാമിലി, നൈബർ, ഫാമിലി ആയിട്ടിരിക്കുന്ന അയൽക്കാര്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റിന് ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലാവാം അല്ലെങ്കിൽ ഓരോ ചിന്തിക്കുന്ന കാര്യത്തിലാവും, അതിനെല്ലാം ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ഇവരെല്ലാമാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ. It is from the society that we internalize language, dress code, manners and culture. അപ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ലാംഗ്വേജ് ഏതാ, സംസാരിക്കുന്ന ലാംഗ്വേജ്, ഡ്രസ് കോഡ് എന്താ, അതുപോലെ തന്നെ അവരെങ്ങനെ പെരുമാറുന്നു, അങ്ങനെ ഓരോ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അതിന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. An individual establishes relationships between different people at each stage of his life. അപ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരാള് പല സ്റ്റേജില് അയാൾക്ക് പലരോടും ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇന്ന് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഇപ്പൊ സ്റ്റുഡൻസ് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ നാളെ ചിലപ്പോൾ അടുത്ത വേറെ കുറച്ച് പേരെ പരിചയപ്പെടും, എന്നിട്ട് അവരുമായിട്ടായിരിക്കും കോണ്ടാക്ട്. ഇപ്പൊ അടുത്ത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ലൈഫിലെ ഓരോ സ്റ്റേജിലും ഓരോരുത്തരും പലരുമായിട്ടായിരിക്കും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. സൊസൈറ്റി ഈസ് എ ലാർജ് ഗ്രൂപ്പ് വേർ സച്ച് വെബ്സ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. അപ്പോ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു സമൂഹമാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പല
റിലേഷൻഷിപ്സ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് സൊസൈറ്റി. സൊസൈറ്റി ഫോംസ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് ആൻഡ് എക്സിസ്റ്റൻസ്. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അവിടെ ഓരോരുത്തരുടെയും ലൈഫിൽ അവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് നിലനിൽപ്പിനും വളർച്ചയ്ക്കും കാരണമാക്കുന്ന ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ? സർ ഈ ഇന്റർനലൈസ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നമ്മൾ ലാംഗ്വേജ് പഠിച്ചത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഓരോ ഭാഷ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ എവിടെന്നാ പഠിക്കുന്നേ? എവിടെന്നാ പഠിക്കുന്നേ? കേട്ട് ആരെന്ന് കേൾക്കും? അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും അച്ഛനും അമ്മയുടെ അടുത്തൊന്നും. അതാണ്. അപ്പൊ നമുക്ക് പലരും ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് സൊസൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ലേ? ഇപ്പൊ നിന്റെ ഫാമിലി, നാട്ടുകാര്, വീട്ടിനടുത്തുള്ള നൈബേഴ്സ്, അപ്പൊ അവരെല്ലാം എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റി, ഒരു സമൂഹം അല്ലെ? അപ്പൊ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ എല്ലാരും വീഡിയോ ഓണാക്കാൻ പറ്റുന്ന എല്ലാരും സ്നോ വൈറ്റ് സിൻഡ്രല്ല. നിന്നെ ഡോണം നല്ലടാ, വേറെ എന്തായാലും വിളിക്കേണ്ടി വരും. വീഡിയോ ഓണാക്ക്. ഓക്കെ. വൈഷ്ണവി ഇവിടെ ഇല്ലേ? യെസ്. പി ശശി. അശ്വിനായിരുന്നോ? ഇവിടെ എന്തോന്നാണ് ഇത്? എന്റെ സെറ്റിംഗ്സിലെ ആ ഇനേബിൾ ഒറിജിനൽ സൗണ്ട് എന്നൊക്കെ ഇതിൽ എന്തോന്നാണ്? Okay. A society is the larger group to which any individual ഒരു സമൂഹം പറയുന്നത് ഇങ്ങനെ വ്യക്തികളെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സംഘമാണ്, ഒരു ഗ്രൂപ്പ്. സർ 2 പ്രാവശ്യം കേൾക്കണം. ഇപ്പോഴും 2 പ്രാവശ്യം കേൾക്കുന്നുണ്ടോ വൈഷ്ണവി? നേരത്തെ പറഞ്ഞപ്പോ എല്ലാം 2 പ്രാവശ്യം പറയുമ്പോൾ തോന്നുന്നു. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ, അവര് വലിയൊരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്നതിനെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. അത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കടാ. സാർ ഈ ഇൻഡിവിജ്വലിന്റെ മലയാളം എന്തോന്നാണ്? ഈ വ്യക്തിത്വം എന്നാണ്? അല്ല, വ്യക്തി. ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം. വ്യക്തി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ, അത് ഓരോ ആൾക്കാരും എന്നുള്ള ഒരു. അടുത്ത പോർഷനിലേക്ക് പോവാം. Can you imagine if isolated? Can you imagine a child living isolated from human being? അപ്പോ ഒറ്റപ്പെട്ടു പോയാൽ, മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഒരു കുട്ടി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? What would be the plight of the child in such a situation? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ആ കുട്ടിയുടെ അവസ്ഥ, പ്ലൈറ്റ് അവസ്ഥ എന്തായിരിക്കും? Let's read the story of Victor. അപ്പോ വിക്ടറിന്റെ ഈ ഒരു സ്റ്റോറി ഞാന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതായത് ഈ വിക്ടർ എന്ന് പറയുന്ന, അതായത് ഒരു പയ്യൻ, കുറച്ച് പേര്, കുറെ വേട്ടക്കാര് ഇവരിങ്ങനെ പോയ സമയത്ത്, അതായത് വേട്ടയ്ക്ക് കാട്ടിൽ പോയ സമയത്ത് they could find some creature, ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചറിനെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അത് ഈ ചെന്നായ്ക്കളുടെ ഇടയിലാണ് അവരെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോ അതെവിടെയാണ്? എവ്രോൺ എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു വില്ലേജിലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അവിടെ അവരിങ്ങനെ വേട്ടയ്ക്ക് പോയപ്പോ അവരിങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിനെ കണ്ടു. ഇവരുടെ കൂടെ, ചെന്നായ്ക്കളുടെ കൂടെ. ഇവരെന്ത് ചെയ്തു? ഇവരാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചെന്നായ്ക്കളെ വെടിവെച്ചു കൊന്നു. എന്നിട്ട് വല്ല വിധേനെ ഈ ജന്തുവിനെ, അതായത് ഈ ക്രിയേച്ചറിനെ, ഇവർ സ്പെഷ്യലായിട്ട് കണ്ട ഇതിനെ തപ്പിപ്പിടിക്കാൻ, അതായത് ഓട്ടിച്ചിട്ട് പിടിച്ചു. അതാണെങ്കിലോ അതിങ്ങനെ 2 കാലും 2 കൈയും ഉപയോഗിച്ച് ചെന്നായ്ക്കളെ പോലെയൊക്കെ തന്നെയാണ് നടന്നത്.
ഇപ്പോ പക്ഷെ ഒരു മനുഷ്യന്റെ ഒരു ലുക്കും ഉണ്ടായിരുന്നു. അപ്പോ ഇവരിങ്ങനെ ഈ ഇത് ചെയ്ത സമയത്ത് ഇവരിങ്ങനെ പിടിച്ചു. അവരാണെങ്കിൽ അതാണെങ്കിൽ ഇങ്ങനെ ഈ വോൾഫിനെ പോലെ തന്നെ മാന്താനും എല്ലാത്തിനും ഒക്കെ തുടങ്ങി. അപ്പോ കടിക്കാനും എല്ലാത്തിനും ഒക്കെ നോക്കി. പക്ഷെ ഇവർ അതിനെ പിടിച്ച് കൊണ്ടുപോയി, നാട്ടിൽ കൊണ്ടുപോയി. അത് ആക്ച്വലി ഒരു മനുഷ്യനായിരുന്നു. നമ്മളെ ഈ മൗഗ്ലിയുടെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ, അതായത് വേറൊരു മൗഗ്ലി, അത് തന്നെയാണ് കഥ. അപ്പൊ അതിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു കുഞ്ഞ് ആയിരുന്നു അത്. അപ്പൊ അതിനാണെങ്കിൽ അതിന് ഇത് സംസാരിക്കാൻ പറ്റത്തില്ല, ഡ്രസ്സ് എന്തെന്ന് അറിയത്തില്ല, കഴിക്കുന്ന എങ്ങനെയെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് മനുഷ്യനെ പോലെ പെരുമാറുന്നതെന്ന് അറിയത്തില്ല. അവരാണെങ്കിൽ ആ ചൈൽഡിനെ എന്ത് ചെയ്തു, അവിടെ പാരീസിലോട്ട് കൊണ്ടുപോയി അവിടുത്തെ റിസർച്ചിനും എല്ലാത്തിനും വിജയനാക്കി. എന്നിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ അവന് വിക്ടർ എന്നുള്ള പേര് ഇട്ടു കൊടുത്തു. അപ്പൊ അവനാണ് അറൌണ്ട് 12 വയസ്സ് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചു, കഴിക്കാൻ പഠിപ്പിച്ചു, മനുഷ്യന്മാരെ പോലെ പെരുമാറാനായിട്ട് പഠിപ്പിച്ചു, മനുഷ്യന്മാരെ പോലെ വസ്ത്രം ധരിക്കാനായിട്ട് പഠിപ്പിച്ചു. പക്ഷെ ഇതൊന്നും അവൻ അത്ര ഈസി ആയിരുന്നില്ല പഠിക്കാനായിട്ട്. അപ്പോ പക്ഷെ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നമ്മൾ സാധാ പ്ലേറ്റിലൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് തട്ടി എറിയും. എന്നിട്ട് നമ്മൾ ഈ ചെന്നായികൾ കഴിക്കത്തില്ലേ, ഇങ്ങനെ നക്കി കഴിക്കത്തില്ലേ തറയിലെന്ന്, അപ്പൊ അതുപോലെയായിരുന്നു അവൻ കഴിക്കുന്നത്. പിന്നെ അവന് നല്ല രീതിയിലുള്ള ബെഡൊക്കെ വിരിച്ചു കൊടുത്താൽ അതൊന്നും അവന് വേണ്ട. അവനാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി നമ്മളെ ഈ ചെന്നായി ഇതെല്ലാം കിടക്കുന്നത് പോലെ തന്നെ അവൻ കിടക്കും. അതായിരുന്നു അവന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ അവന് അവന്റെ ആ ഒരു ബിഹേവിയറൽ പാറ്റേണും എല്ലാം തന്നെ ഹ്യൂമൻ സൊസൈറ്റി അല്ലെ അവനൊരു മനുഷ്യനാണെന്നുള്ള കാര്യം അവന് അറിയത്തില്ലായിരുന്നു. ടോട്ടലി ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവന്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയിലും അവർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് കഥ. അത് ഓക്കെ ആണോ? എന്തോടാ? യഥാർത്ഥത്തിൽ നടന്ന ഇത് യഥാർത്ഥത്തിൽ നടന്നത് തന്നെ, ഫ്രാൻസിൽ നടന്നത് തന്നെ. ഫ്രാൻസിലെന്ന് മാത്രമല്ല, ഇപ്പൊ ഇവിടെ താഴോട്ട് പറയുന്നുണ്ട് ബംഗാളിൽ നടന്നത്. കുട്ടി നല്ല മനുഷ്യരെ പോലെയൊക്കെ ആയ അതിനെ കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല. അതായത് അവന് അത് ആവാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അവസാനത്തെ സെന്റൻസിൽ എഴുതിയിരിക്കുന്നു, സാഡ്ലി ഹി കുഡ് നോട്ട് സർവൈവ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. എവിടെയാടാ? ഓക്കെ അതിന്റെ ഏറ്റവും അവസാന സെന്റൻസ് അതെ. അപ്പൊ അവന് അത് 12 വർഷം അവന്റെ ചെറുപ്രായം കംപ്ലീറ്റ്ലി അതിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം. അതായിരുന്നു കഥ. അപ്പൊ ഇവിടെ the life of Kamala and Amala, two girls found living with animals in Midnapur village of Bengal in 1920 was also similar to that of Victor. അപ്പൊ വിക്ടറിനെ പോലെ തന്നെ കമലയും അമലയും അങ്ങനെ 2 ഗേൾസിനെ ബംഗാളിലുള്ള ഒരു ഗ്രാമത്തിൽ ഇതേപോലെ അനിമൽസിന്റെ കൂടെ നടന്നതും അതേ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ വിക്ടറിന്റെ അവസ്ഥയിൽ തന്നെ കണ്ടെത്തി. The condition of Anna, who had been detained in the dark attic of a house in America, was not different from this. അപ്പോൾ അമേരിക്കയിൽ അന്ന എന്ന് പറയുന്ന ഒരു കുട്ടിയെ വീട്ടുതടങ്കല്ല, അതായത് കുറെ വർഷക്കാലം അവരെ വീട്ടിനകത്ത് തന്നെ ഇരുട്ട് റൂമിൽ താമസിപ്പിച്ചിരുന്നു. അവളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരുന്നു. She was not even able to walk or talk like human child when she was released at the age of 6 from the lonely detention in 1930. അപ്പോ 1938 ഈ അന്നയെ മോചിപ്പിച്ചപ്പോൾ അവൾ 6 വർഷം അവളുടെ 6 6 വയസ്സിലാണ് അവളെ മോചിപ്പിക്കുന്നത്. എന്നിട്ട് അവൾക്കൊരു നോർമൽ ഇതിലോട്ട് അവൾക്ക് തിരിച്ചെത്താനായിട്ടുള്ള ഒരു പ്രയാസമുണ്ടായിരുന്നു. കാരണം അവൾക്കാണെങ്കിൽ മനുഷ്യന്മാരെ നടക്കാനോ സംസാരിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. വൈഷ്ണവി പറഞ്ഞോ. സർ ഇപ്പോഴും ഇതേപോലത്തെ ആൾക്കാർ കാണോ? പിന്നെ ഉറപ്പായിട്ടും. അതായത് ഇവരത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഇവരെങ്ങനെ സംഭവിക്കുന്നത്? എടാ, ഇത് അബദ്ധത്തിൽ ഇതേപോലെ കാട്ടിലൊക്കെ പോകുമ്പോഴേ കുട്ടികളെ നഷ്ടപ്പെടുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കേൾക്കാറില്ല. അങ്ങനെ നഷ്ടപ്പെടുമ്പോ അതിൽ പെട്ടുപോകുന്നതാണ്. അനിമൽസ് എന്ന് പറയുന്നതും അവരും ഇത് എന്താ പറയുന്നത്, അവർക്കും ദയുണ്ട്. അല്ലെങ്കിൽ അവരും ഇപ്പൊ നമ്മുടെ മൗഗ്ലിയുടെ കഥ കേട്ടിട്ടില്ലേ? അതെന്ന് പറയുന്നത് മൗഗ്ലി ആ ചെന്നായ്ക്കള് വളർത്തിയില്ല, അതുപോലെ തന്നെയാണ് അവർ കൂടെ കൊണ്ടുനടത്തി വളർത്തുന്നത്.
സ്വന്തം മക്കളെ പോലെ കണ്ടു വളർത്തുന്നത്. അപ്പൊ സാർ അങ്ങനെ ഞാൻ മൗഗ്ലി കണ്ടിട്ടില്ല, വായിച്ചിട്ടുണ്ട് കഥയിൽ. വായിച്ചിട്ടുള്ള അത് മതി, അത് കുഴപ്പമില്ല, അത് മതി. അല്ലെങ്കിൽ കണ്ടു നോക്കാം, കാർട്ടൂൺ ആ ഒരു മൂവി ഉണ്ടല്ലോ. സാർ ഹോട്ട്സ്റ്റാറിൽ നോക്കുമ്പോ അതിന് പൈസ കൊടുക്കണം. അതിന്റെ ഫുൾ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒറിജിനലിന്റെ ഇത് ഏതാടാ? മറ്റേ മൗഗ്ലിന്റെ. അപ്പോൾ ദീസ് ചിൽഡ്രൻസ് ഡിഡ് നോട്ട് എക്സിബിറ്റ് എനി സൈൻ ഓഫ് നോർമൽ ഇന്റലിജൻസ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരെ പോലെ മനുഷ്യന്മാരുടെ ബുദ്ധിയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ലക്ഷണവും അവര് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. We have realized that an individual can neither be a social being nor learn the behavior or language of a society. അപ്പോൾ സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് ഇത് നമുക്ക് ഒരു സാമൂഹിക ഒരു സോഷ്യൽ ബീയിങ് ആവാനായിട്ട് നമ്മൾ പറയും ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പൊ ആ ഒരു സോഷ്യൽ ബീയിങ് ആവാൻ അല്ലെങ്കിൽ മനുഷ്യനല്ലാതെ മനുഷ്യരായ പോലെ എവരുടെ ഇടയിൽ ജീവിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലെ ആവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. What would be the nature of development of an individual in the absence of social element? അപ്പോൾ എന്താണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായത്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബിഹേവിയറൽ പാറ്റേൺ. അപ്പോൾ അവർക്ക് ശാരീരിക വളർച്ച വേണം, ബുദ്ധിക്കുള്ള വളർച്ച വേണം, അതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ പെരുമാറ്റ രീതി, ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ പെരുമാറ്റ രീതി അതെല്ലാം മനുഷ്യന്മാരെ പോലെ ആയിരിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ ബ്രഹ്മ പറഞ്ഞേ. ബ്രഹ്മ ആവശ്യം വരും. എന്താ ബ്രഹ്മ? അത് തന്നെ, എന്തിനാ കൈവക്കിയെന്ന് നല്ല സംശയം വല്ലതും ഉണ്ടോന്ന്? ഇല്ല സാർ, ഇല്ല. അത് കൈതട്ടി വന്നത്. അത് വേറൊന്നും ചെയ്യരുത്, ഫോണിൽ വേറെ ഒന്നും ചെയ്യരുത്, ഇത് മാത്രം കാണും. ഓക്കെ. അപ്പോ അടുത്ത് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ, ഒരു സമുദായവും അതുപോലെ സമാജവും എന്താണെന്ന് നോക്കാം. Human beings are related not only to society but also to several groups. വൈഷ്ണവി ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. വേറെ പണിയൊന്നുമില്ലല്ലോ, ഓർമ്മത്തിരിക്കല്ല, അപ്പൊ വീഡിയോ ഓൺ ആക്കി വെച്ചു, കുഴപ്പമില്ല. അപ്പോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയില് പല പല ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പല പല സമൂഹത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കൊരു ഹ്യൂമൻ സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാൻ പറ്റും. എന്തൊക്കെയാണ് വിച്ച് ആർ ദ ഗ്രൂപ്സ് യു ഇന്ററാക്ട് വിത്ത്? അപ്പോ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് ഒരു കൂട്ടമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്? എവിടെയൊക്കെ കാണാൻ സാധിക്കും? ഒന്ന് ക്ലബുകളിൽ കാണാൻ പറ്റും. വേറെ എവിടെയൊക്കെ കാണാൻ പറ്റും? ഒന്ന് സ്കൂളിൽ കാണാൻ പറ്റും. സ്കൂളിൽ കാണാം. ഫങ്ഷൻസിന് കാണാൻ പറ്റും. ഓക്കെ, ഫങ്ഷൻസിന് കാണാം. ലൈബ്രറിയിൽ കാണാം. തിയേറ്ററിൽ കാണാം. കാണാം. പക്ഷെ അവര് എന്ന് പറയുന്നത് അത് തിയേറ്ററിൽ കാണാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തില് നമുക്ക് പല സ്ഥലങ്ങളിലും പല രീതിയിലും നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം. It is clear that society consists of different groups. Society എന്ന് പറയുന്നത് പല പല ഗ്രൂപ്പ്സ് ഉണ്ട്. Community and association are part of the society. വീഡിയോ ആണത്. Community and association are part of the society. കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അസോസിയേഷനും എല്ലാം ഒരു സൊസൈറ്റിയുടെ ഭാഗം ആണ്. കമ്മ്യൂണിറ്റി എന്താണ്? കമ്മ്യൂണിറ്റി അതെ ഒരു സമുദായം. Community is a group of people living in a definite locality with the feeling of oneness. അപ്പോ ഒരു സമൂഹത്തില് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത്. ചിലപ്പോ
അത് ചിലപ്പോൾ ക്രിസ്ത്യൻസ് എന്ന മതപരമായിട്ടാവാം, ചിലപ്പോൾ ക്രിസ്ത്യൻസ് എന്നുള്ള ആ ഒരു രീതിയിലാവും, അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്സ് ആവാം. ഇപ്പൊ ചിലപ്പോ നമ്മൾ പറയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെ ഹിന്ദു കമ്മ്യൂണിറ്റി. ഒരു നാട്ടിൽ ഇപ്പൊ കുറെ പേര് ഒരു പ്രദേശത്ത് അത്രയും ഇതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഇപ്പൊ ഹിന്ദുസ് മാത്രമേ ഉള്ളത്, നമുക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അവിടെ അത്രയും ജീവിക്കുന്നത്. അടുത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ അത്രയും ഉള്ളത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെ അത്തരത്തില് ഒരുമിച്ച് അവര് ഇങ്ങനെ ഒരേ ഫീലിങ്സിൽ ജീവിക്കുന്നവരെയാണ്, ഒന്നായി ജീവിക്കുന്നവരെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് കോമൺ കൾച്ചറൽ വാല്യൂസ് ആർ ദ മാജിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവര് ഹിന്ദുസ് അല്ലെ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർ ആ ഒരു ബിലീഫിലാണ്. അവര് പറയാം ഓക്കെ അവരെന്ന് പറയുന്ന ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുസ് ആണെങ്കിൽ ഇത് രാമൻ കൃഷ്ണൻ ഇവരിലൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ആ ഒരു ബിലീഫ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ, അതാണ് കൾച്ചർ, അവരുടെ ആ ഒരു സോഷ്യൽ കൾച്ചർ ആവാം, അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസ്, പിന്നെ എന്തെങ്കിലും സോഷ്യൽ റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ പല രീതിയിലും ഒരേ തരത്തിൽ ജീവിക്കുന്നവരെ, ഒരേ സമൂഹത്തിന്റെ ഒരേ ഇതിൽ ഒരുമിച്ച് ജീവിക്കുന്നവരെ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റും. കമ്പയർഡ് ടു സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഈസ് എ സ്മോളർ യൂണിറ്റ്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല പല കമ്മ്യൂണിറ്റികൾ ചേർന്നതായിരിക്കും ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് പല പല കമ്മ്യൂണിറ്റി മീൻസ് പല പല കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഇത് ധാരാളം കമ്മ്യൂണിറ്റികൾ ചേർന്ന ഒരു വലിയൊരു കൂട്ടത്തായിരിക്കും നമ്മൾ സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിൽ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. However, the relationship also among the members of the community is more intense than that in a society. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ലാർജർ കമ്മ്യൂണിറ്റിയെക്കാളും ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് നെല്ലിക്കാട് ഏരിയയിലുള്ള അത്രയും, അതായത് നെല്ലിക്കാട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആണെന്ന് വെക്കുക. അതിലുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങൾക്ക് അറിയായിരിക്കും? അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കുറച്ച് പേരെ ആരെങ്കിലും അറിയായിരിക്കും. ചിലർക്ക് അറിയാമോ എല്ലാരും? എന്തുവാ? അല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും, ചിലർക്ക് എല്ലാരും അറിയാൻ പറ്റൂലേ? അറിയാൻ പറ്റും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതാ പറഞ്ഞ. പക്ഷെ പരസ്പരം എല്ലാവർക്കും എല്ലാരെയും അറിയത്തില്ല. അല്ല എങ്കിൽ അവിടെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലല്ലോ, അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അല്ല എങ്കിൽ ഇത് വേറെ പലതരത്തിലുള്ള പല ബിലീഫ്സിലുള്ള, ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ പല കാസ്റ്റിലുള്ളവർ, പല റിലീജിയനിലുള്ളവർ, അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് അല്ല എങ്കിൽ കുറച്ച് പേര് അടുത്തടുത്ത ആൾക്കാർ, അവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? അല്ല എങ്കിൽ ചിലപ്പോ ഇപ്പൊ വൈഷ്ണവിയുടെ വീട്ടിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓക്കെ അവിടെ കുറെ ഹിന്ദുസ് ആണ് ഉള്ളതെന്ന് വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അവിടെ അത്രയും ഉള്ളത് ഹിന്ദുസ് ആണ്. അപ്പൊ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, ഒരേ ബിലീഫിലുള്ളവർ മിക്സഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് മിക്സഡ് കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് അവിടെ പറയാം അപ്പൊ ഇന്ന ഏരിയയിലാണെങ്കിലും മിക്സഡ് കമ്മ്യൂണിറ്റിയാ, അവരെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ആ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് അവരുടെ ആ ഒരു തോട്ടിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്നല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള പല പല കമ്മ്യൂണിറ്റികൾ ചേർന്നതായിരിക്കും അവർ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരെയും അറിയണമെന്നില്ല. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ വൈഷ്ണവിയുടെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വൈഷ്ണവിക്ക് അറിയത്തില്ലേ? അതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും പരസ്പരം അറിയായിരിക്കും എന്ന് മാത്രമല്ല അവർ തമ്മിൽ ഒരു കോമൺ ബന്ധം അവിടെ കാണും. പക്ഷെ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. അതാണ് കാര്യം. The community had a crucial role in molding an individual into a social being. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഇതില് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? സർ, ഇന്ത്യൻസിന്റെ അർത്ഥം എന്തോന്നാണ്? ഏതാ? ഇന്ത്യൻസ് എവിടെയത്? ലാസ്റ്റ് സെന്റൻസിന്റെ തൊട്ടടുത്ത്. ഓക്കെ, മോർ ഇന്റൻസ്. അതായത് ഇന്റൻസ് എന്ന് പറയുന്നതിന്റെ മീനിങ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ്,
അതിന് അതായത് എത്രമാത്രം എന്നുള്ളത് നമ്മൾ പറയത്തില്ലേ, എത്രമാത്രം ഇത് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം സ്ട്രോങ് ആണ് എന്ന് പറയത്തില്ലേ. അപ്പൊ അതിനാണ് ഹൗ ഇന്റൻസിറ്റി, അല്ലെ എത്രമാത്രം എന്നുള്ള ആ ഒരു ഇതാണ്. ഞാൻ സംശയം ചോദിച്ചോട്ടോ സാർ, ഈ സൊസൈറ്റിയെക്കാളും ഒരു താഴ്ന്ന ഒരു യൂണിറ്റ് ആണ് ഈ കമ്മ്യൂണിറ്റി അല്ലേ? സാർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്ക് അപ്പൊ ഒറ്റയ്ക്കുള്ള ആ ഒരു കുറെ ചേരുമ്പോ കമ്മ്യൂണിറ്റി ആവാം, കുറെ കമ്മ്യൂണിറ്റികൾ ചേരുമ്പോ സൊസൈറ്റി ആവാം. അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്ന അസോസിയേഷൻ. You have many clubs functioning in your school. List them out with the objective. അപ്പൊ അസോസിയേഷൻ ഇവിടെയുണ്ട്. Association is usually a working together of people to achieve some purposes. അപ്പോ എന്തെങ്കിലും ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ പല ജനങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ അവിടെ എന്താ പറയാനാ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അതൊരു അപ്പൊ അതെന്ന് പറയുന്നത് ഇങ്ങനെ ചിലപ്പോ ഒരു വില്ലേക്കകത്താവാം, അല്ലെങ്കിൽ ഒരു ഇതിനകത്താവാം, ഒരു ഫ്ലാറ്റ് ആവാം, വലിയൊരു ഫ്ലാറ്റ് ആവാം. അപ്പൊ അതിന് അവർ റെസിഡൻസ് അസോസിയേഷൻ. അപ്പൊ അവരുടെ ആ ഒരു ഫ്ലാറ്റിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, അവരുടെ ആ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ക്ലബ് ആവാം, നിങ്ങളുടെ സ്കൂളിലെ ഒരു ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, അല്ലെങ്കിൽ SS ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്. അപ്പൊ മാത്സിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ്. അപ്പൊ അതിന് നമുക്കൊരു അസോസിയേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് ഒരു ടൂറിസം ക്ലബ്ബ്. അപ്പൊ ട്രിപ്പും കാര്യങ്ങളും എല്ലാം അതുപോലുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഈച്ച് ക്ലബ് ഫങ്ഷൻസ് വിത്ത് എ യുണീക് ഒബ്ജക്റ്റീവ്. അപ്പൊ ഓരോ ക്ലബും എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ആണ്. An association is a group of people striving to achieve the specific aims. അപ്പോ അതാണ് അവിടുത്തെ ഡെഫിനിഷൻ. ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും അവർ ഒരു ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്ന ഒന്നാണ്, അല്ലെ ലക്ഷ്യത്തോടു കൂടെ അവര് ഇത് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. Associations are formed with the aim of developing the individual's talent for the common good. അപ്പൊ അസോസിയേഷന്റെ പ്രത്യേകതയാണ്, അസോസിയേഷൻ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനും മേജർ റോൾ വഹിക്കുന്നുണ്ട്. അവരുടെ ടാലൻസ് കണ്ടുപിടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ സമൂഹത്തിനിടയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാനും എല്ലാത്തിനുമായിട്ട് അവര് ആ ഒരു അസോസിയേഷൻ ഉപയോഗിക്കുന്നു. Residents Association, Trade Union, Students Union are the example of association. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ ക്ലാസ് ഗ്രൂപ്പ് ആവാം, ക്ലബ് ആവാം, ട്രേഡ് യൂണിയൻ, ഇതെല്ലാം ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. Both community and association have an important role in molding a individual into an able member of the society. അപ്പൊ ഈ മനുഷ്യരെ അല്ലെ ഓരോ ഇൻഡിവിജ്വലിനെയും നല്ലൊരു സോഷ്യൽ ബീങ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ നല്ലൊരു മെമ്പർ ആവാനായിട്ട് നമ്മുടെ ഈ ഒരു അസോസിയേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും സഹായിക്കുന്നു. അതാണ് ഇതിൽ പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ഡൗട്ടില്ല. ആർക്കെങ്കിലും ജീവ ഡൗട്ടുണ്ടോ? സാർ അപ്പൊ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അങ്ങനെയൊക്കെ ഉള്ളതും ഈ കമ്മ്യൂണിറ്റി ഈ ആൾക്കാര് കൂടണതും അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ ക്ലബും അതുപോലുള്ള എല്ലാം അസോസിയേഷൻ. അടുത്തത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരേ ഈക്വൽ തോട്ട്സില് ചിന്തിക്കുന്ന പല സമൂഹത്തിലെ പല ആൾക്കാർ ഒരു എന്താ പറയുന്നത് ഈക്വൽ തോട്ട്സ് അല്ലെങ്കിൽ ഈക്വൽ ഏതാണ്ട ഇവിടെ നോക്കിയോ,
definite locality, organized interaction, close relationship, and common cultural values are the major characters. അപ്പൊ ഒരിടത്ത് ഇങ്ങനെ താമസിക്കുന്നതാവാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാവാം, അവർക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ കോമൺ കൾച്ചറൽ വാല്യൂസ്, ഒരു എന്താ പറയുന്ന ഒരേ ജാതി, ഒരേ മതം, അതുപോലുള്ള കൾച്ചറൽ വാല്യൂസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽ വാല്യൂസ് ആവാം. എന്തോന്ന് സാർ? കേട്ടില്ലേ? ഇല്ല സാർ. പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോ അതിന് ഒരു സമൂഹത്തിലെ ഒരു ലൊക്കാലിറ്റി ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ അവർക്കോട് തമ്മിൽ റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസും ആവാം. ഇതിനെയാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്യാനായിട്ട്. ഈ അസോസിയേഷൻ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു. ചുരുക്കി ഇവിടെ അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കുഞ്ഞു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. പക്ഷെ ഒരു അസോസിയേഷന് ഒരു കാര്യം ചെയ്യാനായിട്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ സ്കൂളിലുള്ള മാത്സ് ക്ലബ്ബ്, അപ്പൊ മാത്സിന്റെ കാര്യങ്ങൾ അവിടെ നോക്കാനോ അല്ലെങ്കിൽ മാത്സിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആ ഒരു ക്ലബ്ബ്. റെസിഡൻസ് അസോസിയേഷൻ അതെന്തിനു വേണ്ടിയിട്ടാ? അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ, ഫ്ലാറ്റിന്റെ ഇഷ്യൂസ് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റെസിഡൻസിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്താ റെസിഡന്റ്. മനസ്സിലായോ? ഓ സാർ, ഈ അസോസിയേഷൻ പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം കൊടുക്കുന്നത്? അതെ, അത് ഒരു കാര്യമൊന്നുമല്ല, സ്പെസിഫിക് ആയിട്ട് അവർക്ക് കുറച്ച് എയിംസ് ഉണ്ടാവും. ഒന്നല്ല, ഒരു സ്പെസിഫിക്, ഇപ്പോ എന്താ പറയുന്നത്, റെസിഡൻസ് അസോസിയേഷൻ എന്ന് വെച്ചാൽ റെസിഡൻസിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും, റെസിഡൻസിന്റെ എല്ലാ കാര്യങ്ങളും. ട്രേഡ്സ് യൂണിയൻ എന്ന് പറയുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ, സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അല്ലാതെ അവരെന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളിൽ കയറി ഇടപെടത്തില്ല. കമ്മ്യൂണിറ്റിക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല, മറ്റു കാര്യങ്ങളിലും കയറി ഇടപെടും. ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്. ഫ്രീഡം മൂവ്മെന്റിനൊക്കെ വേണ്ടിയുള്ള അസോസിയേഷൻ പോലെ അല്ലേ? അതെ. ഓക്കെ, എല്ലാരും വീഡിയോ ഓണാക്ക്. വൈഷ്ണവി, ഇതെന്താ വീഡിയോ ഓഫ് ചെയ്തേക്കണേ എപ്പോഴും? ഇന്നെന്ത് പറ്റി? ഒന്നുമില്ല സാർ. ലെറ്റ്സ് സ്പ്രെഡ് ദ ലൈറ്റ് ഓഫ് virtue. നമുക്ക് വെളിച്ചമേകാം. എന്താണെന്ന് നോക്കാം വെളിച്ചം എങ്ങനെയൊക്കെയാണ്. We have seen that society is formed by the association of individuals. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പല പല അസോസിയേഷൻസ് ചേർന്നതാണ്. ഒരു വ്യക്തികളുടെ ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് നമുക്ക് അസോസിയേഷൻസ് സൊസൈറ്റി ഉണ്ടാവുന്നത്. Individuals having good qualities play a crucial role in the development and transformation of the society. അപ്പോൾ ഇൻഡിവിജ്വൽസിന് അവർക്ക് ഈ ഒരു സൊസൈറ്റിയുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് പല പല റോൾസ് അവർക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോ പല ആൾക്കാരും നമ്മളിപ്പോ ഇത് കണ്ട പോലെ, ഇത് ഗാന്ധിജിയും രാജാറാം മോഹൻ റോയ്, ശ്രീനാരായണ ഗുരു എല്ലാം സൊസൈറ്റിയുടെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് ഒരു ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റും ട്രാൻസ്ഫർമേഷനും കൊണ്ടുവരാനായിട്ട്, ട്രാൻസ്ഫർമേഷൻ മീൻസ് ഇത് ആ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിച്ചവർ ആണ്. Observe the pictures. What are the contributions they made from the well-being of the society? ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എവരെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാ? പഴയ ചാപ്റ്ററില് അത് നോക്കിയിട്ട് എവരെ മാറ്റം വരുത്താനായിട്ട് എന്തൊക്കെ കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എഴുതുക. ഇത് ഞാൻ അല്ലാതെ നോട്ടിൽ തരില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും എക്സാമിന്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, അതത്രയും നോക്കി ടെക്സ്റ്റിൽ എഴുതിയിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ മുമ്പത്തെ പാട്ടിലുള്ളത് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനുള്ള അപ്പൊ എഴുതാൻ പ്രയാസമൊന്നുമില്ലല്ലോ, അപ്പൊ അത് എഴുതാന്നുള്ളതല്ലേ. അപ്പൊ അത് എഴുതും.
It is clear that individuals take part in the development and existence of the society in diverse ways. അപ്പോൾ പല രീതിയിലും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആൾക്കാർ എന്ന് പറയുന്ന വ്യക്തികൾ എല്ലാം ആ ഒരു സമൂഹത്തിൽ പല രീതിയിലും പങ്കാളികൾ ആവാറുണ്ട്, അതെ ആകുന്നുണ്ട്. The creative involvement of individuals bring about positive changes in family, neighborhood, education, institution, associations, etc. അപ്പോൾ ഇത്തരത്തില് അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽസിന് അവർക്ക് ഫാമിലിയിലായാലും നൈബർഹുഡ് അല്ലെങ്കിൽ സമൂഹത്തിലായാലും അല്ലെ അയൽക്കാരുടെ കാര്യത്തിലായാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ എല്ലാം തന്നെ ഓക്കെ ഇത് 11th ചാപ്റ്റർ. അപ്പോ ഇത് എല്ലാം തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് അത് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാ? നമ്മുടെ ഓരോ ഇൻഡിവിജ്വലും അവരുടെ കഴിവും എല്ലാം തന്നെ പല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഇത് സോഷ്യൽ ഡെവലപ്മെന്റിനും അതുപോലെ നൈബർഹുഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാത്തിനും അത് സഹായിക്കുന്നുണ്ട്. An individual cannot exist without the society and vice versa. അപ്പോൾ ഇൻഡിവിജ്വലിന് ആ സൊസൈറ്റിയിൽ അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെയാണ് സൊസൈറ്റിക്കും ഇത് ഇൻഡിവിജ്വൽ സൊസൈറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതുപോലെയാണ് സൊസൈറ്റിക്ക് ഇൻഡിവിജ്വൽ ഇല്ലാതെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഇൻഡിവിജ്വലും ഇത് അതുപോലെ തന്നെ ഈ വ്യക്തികളും സമൂഹം എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ പരസ്പരം ഏറ്റവും ഇത് കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വലും എന്ന് പറയുന്നത്. അവരെ തമ്മിൽ ഇത് ഒരുമിച്ചാണ്, ഒരേ എന്താ പറയുക, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു വശം തന്നെയാണ്. അത് ഒരു ഇന്റഗ്രേഷൻ, ആ ഇൻഡിവിജ്വലിന്റെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ഈ ഒരു സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. അതാണ് സംഭവം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? സാർ ഈ വൈസ് വേഴ്സ എന്ന് പറഞ്ഞ തോന്നാണ്. വൈസ് വേഴ്സ എന്ന് പറയുന്നത് അതായത് തിരിച്ചും എന്നാണ് അർത്ഥം. അതായത് ഇൻഡിവിജ്വൽ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സൊസൈറ്റി. അപ്പോ സൊസൈറ്റി ഇല്ലാതെ ഇൻഡിവിജ്വലിന് നിൽക്കാൻ പറ്റത്തില്ല, നിലനിൽക്കാൻ പറ്റത്തില്ല. ആൻഡ് വൈസ് വേഴ്സ, അതുപോലെയാണ് തിരിച്ചും. എങ്ങനെ? സൊസൈറ്റിക്ക് ഇൻഡിവിജ്വലിന് സൊസൈറ്റി ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഇൻഡിവിജ്വൽ ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് വൈസ് പറഞ്ഞിരിക്കണല്ലേ? അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. അതായത് ഇൻഡിവിജ്വലിന് സൊസൈറ്റി ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, അപ്പൊ അതിന്റെ വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് ഇൻഡിവിജ്വൽ ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അതാ സംഭവം. അപ്പൊ ആ ഒരു ഇന്റഗ്രേഷനെ കാണിക്കുന്ന. എല്ലാരും പോയോ? എല്ലാരും വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയി? ഞാൻ പേപ്പർ കൊടുത്തു. അപ്പൊ അടുത്ത നമുക്കുള്ള സോഷ്യലൈസേഷൻ. അപ്പൊ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? ഇത്രയും മാത്രം നമ്മൾ വിളിക്കാം. Socialization is the process by which an individual learns to conform to the norms of the society. അപ്പോൾ എന്താ സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തികള് ഈ സമൂഹത്തിന്റെ ഓരോ നോംസ് അല്ലെങ്കിൽ ഓരോ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമ സംഹിതകൾ അതുപോലുള്ള അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുന്ന പ്രക്രിയയാണ്. ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സമൂഹത്തില് അവർ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയോ, Socialization is a process that enables an individual to live in the society. അപ്പോൾ അവരെ സൊസൈറ്റിയിലെ എങ്ങനെയൊക്കെ അവരെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം പഠിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാ? ജസ്റ്റ് മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവർ പതിയെ ഇന്റേണലൈസ് ബിഹേവിയർ പാറ്റേൺ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അപ്പോൾ ഈ സമൂഹത്തിന്റെ കൾച്ചറൽ വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഒരു വൈഷ്ണവി
സാർ ഈ 2 സെന്റൻസും പഠിക്കണോ? ഏതാ? ആ ബോക്സിൽ കിടക്കണോ പിന്നെ സാർ മാർക്ക് ചെയ്തതും? മാർക്ക് ചെയ്ത മാത്രമായാലും മതി. എന്നിട്ട് അതിന്റെ കൂടെ ശകലം കൂടെ ആഡ് ചെയ്യാം. ഞാൻ നോട്ട് അയക്കുമ്പോൾ അയക്കാം. കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യേണ്ടി വരും എങ്ങനെയാണെന്നുള്ള കാര്യം. അത് ഞാൻ നോട്ട് അയക്കുമ്പോൾ അയക്കാം. അപ്പൊ അതെങ്ങനെ, ഇത്രയേ ഉള്ളൂ. ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ, നമ്മൾ സ്വഭാവം. ഇത് ഇപ്പോ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ളവരെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, അവരുമായിട്ട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ വയസ്സായ നടക്കാൻ വയ്യാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടിയിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ, ആ ഒരു സോഷ്യൽ ബീയിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു കൾച്ചറൽ വാല്യൂസും ബിഹേവിയറൽ പാറ്റേണുമാണ് ഈ ഒരു സൊസൈറ്റി അല്ലെ സോഷ്യലൈസേഷൻ എന്ന് പറയും. ഡൗട്ട് ഉണ്ടോ? അതിലെത്രയേ ഉള്ളൂ. ബിഹേവിയറിനെ ആയിട്ട് വരും ഒരു ബിഹേവിയർ. എന്താടാ? നമ്മളെ ഒരു ബിഹേവിയറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബിഹേവിയർ ഇതിന്റെ ഭാഗമാണ്. അതായത് നീ എങ്ങനെ മറ്റുള്ളവരടുത്ത് അല്ലെങ്കിൽ നിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അപ്പൂപ്പന അല്ലെ അമ്മുമ്മയെ കാണുമ്പോൾ നീ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിന്റെ സോഷ്യലൈസേഷന്റെ ഭാഗം കൂടെ അല്ലേ. അപ്പോ ആ ഒരു ബിഹേവിയർ പാറ്റേണും എല്ലാം അതിന്റെ ഭാഗം തന്നെയാണ്. ഡൗട്ട് ഉണ്ട്. ചോദിക്കും. ആ ബോക്സിൽ എഴുതിക്കുന്ന താഴെ ഒരു പേരാണ് എഴുതിക്കുന്നത്. അതെ, ഓക്ബേൺ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്? ആ ഓക്ബേൺ ആണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോഷ്യലൈസേഷൻ ഇസ് എ പ്രോസസ് എന്നുള്ള ഈ ഒരു സെന്റൻസത്തിൽ പറഞ്ഞിരിക്കുന്ന ഓക്ബേൺ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്ന ഇത് നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടോ, ലെഷർ ടൈം ഉണ്ടോ, അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കുക. അത് ജസ്റ്റ് ടിക്കിട്ടാ മാത്രം മതി. ടിക്കിടാനാണ്. അതെ, നിനക്ക് ഐ ലൈക്ക് ടു ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇനി ധാരാളം ഫ്രണ്ട്സിനെ കിട്ടാൻ താല്പര്യമുണ്ട്. ഐ ലൈക്ക് ടു സ്പെൻഡ് ലെഷർ ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങിയിടൊക്കെ ഇഷ്ടമുണ്ട്. അപ്പൊ ആ രീതിയിൽ എഴുതിയാൽ മതി. ഇനി അടുത്ത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു സോഷ്യലൈസേഷൻ എന്നൊരു സോഷ്യലൈസേഷൻ ഇസ് എ ലൈഫ് ടൈം പ്രോസസ്. അപ്പൊ അതില് ആരൊക്കെ എന്തൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഏജൻസീസ് എന്ന് പറയുന്നത്. ഏജൻസീസ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുന്ന ഇത് സമൂഹത്തിന് നമ്മൾ ആ ഒരു സോഷ്യലൈസ് ആവാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഫാമിലീസ്, പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കൂട്ടുകാര്, സ്കൂള്, മാസ് മീഡിയ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സ്കൂളും അതുപോലെ തന്നെ ഫാമിലിയും കൂട്ടുകാരും എല്ലാവരുമാണ് ഇതിന്റെ നമ്മൾ എങ്ങനെ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നതിന്റെ മേജർ ഫാക്ടേഴ്സ്. ഇപ്പൊ പറയത്തില്ല, നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഫാമിലിയിൽ എന്തൊക്കെ വരും? ഡിസിപ്ലിൻ, പഞ്ച്വാലിറ്റി, റെസ്പെക്ട് ആൻഡ് ലവ് ഫോർ എൽഡേഴ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മളെ പഠിപ്പിക്കുന്ന ആരാ? നമ്മൾ ഗുഡ് മാനേഴ്സ്. വി ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് ഫ്രം അവർ പാരന്റ്സ്. അപ്പൊ പാരന്റ്സിന്റെ നിന്നായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ബിഹേവിയറും എല്ലാം തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി നമുക്കപ്പോഴും ഈ ഒരു സോഷ്യലൈസേഷന്റെ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെല്ലാം ആദ്യം തുടക്കം കുഞ്ഞിലോട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ഫാമിലി. അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ വേറെ ആരായാലും, ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ നൈബേഴ്സ് ആയാലും സൊസൈറ്റി ആയാലും ആരായാലും വരുന്നത് പിന്നീട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഫാമിലി. സോ ഇറ്റ് ഈസ് ദ പാരന്റ്സ് ഹു ട്രാൻസാക്ട് ദ പ്രൈമറി ലെസൺസ് ഓഫ് സോഷ്യലൈസേഷൻ ടു ചൈൽഡ്. അപ്പൊ ഒരു കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? നമ്മുടെ ഫാമിലി തന്നെയാണ്. നല്ലതിനെയും ചീത്തയും പറ്റി അറിയും. It is from the family that we learn to discriminate between good and evil and right and wrong. തെറ്റും ശരി ഏത്, നല്ലതും ചീത്തയും ഏത്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഫാമിലിയിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ട് ആണ്. അപ്പോ വാട്ട് ഈസ് ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൗ ഫാമിലി ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ സോഷ്യലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതണം. We learn good manners and habits from our parents. Parents taught us
our teachers primary lessons of socialization. It helps us to discriminate between good and evil and right and wrong. എന്നുള്ള ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ. പിന്നെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനായിട്ടുള്ള സ്കൂൾസ്, നമുക്ക് പഠിപ്പിക്കാന് അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടാന്, ഇത് ട്രെയിനിങ് സ്റ്റുഡൻസ് അബൈഡ് ബൈ റൂൾസിനനുസരിച്ച് പോവാന്, നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാം അതിന് സ്കൂളിന്റെ ഒരു ചിട്ടയായിട്ടുള്ള ആ ഒരു രീതി നമ്മളെ സഹായിക്കുന്നു. മാസ് മീഡിയ, ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽ ടെലിവിഷൻ ചാനൽസ്. വൈഷ്ണവി പറഞ്ഞു. സർ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാര്, നമ്മുടെ കൂടെ ഉള്ളവർ. ഓക്കെ, അപ്പൊ മാസ് മീഡിയ എങ്ങനെ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്തു? നമ്മൾ പത്രത്തിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ ഓരോന്നും നമ്മൾ അറിയുന്നതാണ്. നമ്മൾ എന്തൊക്കെ നടക്കുന്നു, ആ ഓരോ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ മാസ് മീഡിയയിലൂടെ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പറും ഇതും എല്ലാം കൂടെ ചേർത്താണ്, അത് ടെലിവിഷനും എല്ലാം കൂടെ അതിൽ കൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര തന്നെയാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ സമ്മറി നോക്കാം. ഡൗട്ട് ഉണ്ടോ അതിൽ എന്തെങ്കിലും? അങ്ങനെ ഇല്ല സാർ. പിന്നെ എന്താ ഡൗട്ട് എന്ന് ഈ സമ്മറി അത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എക്സാം സുഖമായിട്ട് എഴുതാൻ പറ്റും ഈ ഒരു ചാപ്റ്ററിൽ. എന്നാലും എന്തോ ഡൗട്ട് ഉണ്ടല്ലോ അശ്വിൻ?